ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു വാട്ടർ പ്ലാന്റ്സിനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പെന്നി വട്ടം എന്ന് പറഞ്ഞ ഈ വാട്ടർ പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയത്. ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ് നമ്മൾ ഇതിനെ വളർത്തുന്നത്. സാധാരണ വാട്ടർ പ്ലാന്റ്സിന് പൂവുണ്ടാവുന്നത് പോലെ ഇതിന് നല്ല ഭംഗിയുള്ള പൂവൊന്നും ഉണ്ടാകത്തില്ല, കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാകുന്നത്. പക്ഷേ പൂവിനെക്കാട്ടി നല്ല ഭംഗി തോന്നുന്നത് ഇതിൻ്റെ ലീഫിന്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ് ഇതിനെ വളർത്തിയെടുക്കുന്നത്. സാധാരണ വാട്ടർ പ്ലാന്റ്സിന് ഒരു 6-7 മണിക്കൂർ വെയിലിൻ്റെ ആവശ്യമുള്ളപ്പം ഇത് ഷെയ്ഡിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് വാട്ടർ പ്ലാന്റ്സ് പോലെ വെള്ളത്തിലും വളർത്താം, അല്ലാതെ മണ്ണും വളവും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് സാധാ പ്ലാന്റ്സ് നടുന്നത് പോലെ ഹോളുള്ള പോട്ടിനകത്ത് നടാം. പിന്നെ മണ്ണും വളവും ഒന്നും ഇല്ലാതെ നമുക്ക് പ്ലെയിൻ വെള്ളത്തിൽ നമുക്കിതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഏത് രീതിയിലായാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവരെ വളർത്തിയെടുക്കാൻ പറ്റും. ഇൻഡോറിൽ വളർത്തുമ്പം നമ്മൾ ജനലിൻ്റെ സൈഡിലൊക്കെ വെച്ച് കുറച്ച് വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാൻ. എങ്കിലേ ഇതൊരു കുറച്ച് ലീഫിൻ്റെ ആ ഒരു വലിപ്പത്തിലൊക്കെ ഒരു വളർന്നു വരത്തുള്ളൂ. നമ്മൾ ചട്ടിയിലൊക്കെ നടുമ്പം ഇൻഡോറിൽ വെക്കാനായിട്ട് നമ്മൾ നട്ടെടുക്കുമ്പം നമ്മൾ വെളിയിൽ വെച്ച് കുറച്ച് ഷെയ്ഡിൽ വെച്ച് ഇവരെ ഒന്ന് ചെറുതായിട്ട് നല്ല രീതിയിലൊന്ന് വളർത്തിയെടുത്തിട്ട് വേണം നമ്മൾ ഇൻഡോറിൽ വെക്കാനായിട്ട്. അല്ല നമ്മൾ ഡയറക്റ്റ് ഒരു ചെറിയ തൈ നട്ട് ഇൻഡോറിൽ കൊണ്ടുവച്ചാൽ പെട്ടെന്ന് അവർ വളർന്നു വരത്തില്ല, പതുക്കെ വളർന്നു വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം വെളിയിൽ വെച്ച് വളർത്തിയെടുത്തിട്ട് വേണം നമ്മൾ അകത്ത് വെക്കാനായിട്ട്. അന്നേരം നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ല തിക്കായിട്ട് വളർന്ന് നിൽക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഇതുപോലെ വേര് വന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ചെറിയ 1-2 തണ്ട് കട്ട് ചെയ്തെടുത്ത് വേണം നമ്മൾ നടാനായിട്ട്. ഇത് ചുറ്റിനും ഇങ്ങനെ വേര് നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റാണ്. നമുക്ക് പരന്ന പോട്ടിനകത്ത് നടാം. പിന്നെ നമുക്ക് ഹാങ്ങിങ് പോട്ടിനകത്തും ഇത് നട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. വെറും ഒരു ചെറിയ പോട്ടിൽ നമുക്കിത് നല്ല രീതിയിൽ നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാം. ഒരു കുഞ്ഞു പോട്ടിനകത്തായാലും ഇവർ നല്ല രീതിയിൽ വളർന്നു കിട്ടും. ഒരു ചെറിയ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് നട്ടാൽ മതി. കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്ത് നട്ടാൽ മതി. അങ്ങനെ നടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞു കുഞ്ഞു പോട്ടിനകത്തും ഇവരെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ഡൈനിങ് ടേബിളിലും ടീപ്പോയിലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലൊരു കുഞ്ഞു പോട്ടിനകത്ത് ചെറുതായിട്ട് വളർത്തിയെടുത്ത് വെക്കാം. സാധാ ചെടി നടുന്നോണം നമ്മൾ ഹോളുള്ള പോട്ടിനകത്താണ് നടുന്നതെങ്കിൽ നമ്മൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല രീതിയിൽ ഇവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതല്ല ഹോളില്ലാത്ത ഇതുപോലുള്ള ചെറിയ ഹോളില്ലാത്ത പോട്ടാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് വെള്ളം നിറച്ച് കൊടുത്താൽ മതി. നമുക്ക് ജനലിൻ്റെ സൈഡിലും ടേബിളിലും ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ചെറിയ പോട്ടാകുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാനും എളുപ്പമാണ്, നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കാനും എളുപ്പമാണ്. ചെറിയ പോട്ടാണെങ്കിൽ പെട്ടെന്ന് അവർ നല്ല തിക്കായിട്ട് വളർന്ന് നല്ല പുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന ഏത് പ്ലാന്റ് ആയാലും ആഴ്ച ഒരു ദിവസമെങ്കിലും എടുത്ത് ചെറിയ ഷെയ്ഡിൽ ചെറിയ രീതിയിൽ വെയിൽ കിട്ടുന്നിടത്ത് വെച്ച് ഒരു 1-2 മണിക്കൂർ ചെറിയ വെയിൽ കൊള്ളിച്ച് വെച്ചാൽ ഇവർ കുറച്ച് നല്ല രീതിയിൽ നിൽക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ പെന്നി വട്ടിനെ നമുക്ക് ഇൻഡോറിലും നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്